ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ റിയൽ അനാലിസിസിലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ ഡെഫിനിഷൻസ്, തിയറംസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ബൗണ്ടഡ് ഫംഗ്ഷൻ എന്താണ്, ലൊക്കേഷൻ ഓഫ് ദ റൂട്ട്സ് തിയറം, ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിയറംസും ഡെഫിനിഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ് അല്ലേ. ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു തിയറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് ഐ ഈക്വൽസ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കൊമ ബി ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If k belongs to R is any number satisfying infimum f of I is less than or equals k less than or equals supremum f of I, then there exists a number c belongs to I such that f of c equals k. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് I എന്നുള്ളത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. കൂടാതെ എഫ് എന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എഫ് എന്നത് ഐയിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കെ എന്നതൊരു റിയൽ നമ്പറാണ്. എന്താ റിയൽ നമ്പറിൻ്റെ പ്രത്യേകത? എഫ് ഓഫ് ഐ നമുക്കറിയാം, ഐൻ്റെ ഇമാജ് സെറ്റ് എഫ് ഓഫ് ഐ, അതിൻ്റെ ഇൻഫിമത്തിൻ്റെയും അതിൻ്റെ സുപ്രീമത്തിൻ്റെയും ഇടയിലാണ് നമ്മൾ കെ എന്നുള്ള റിയൽ നമ്പർ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. എഫ് ഓഫ് ഐൻ്റെ സുപ്രീമത്തിൻ്റെയും ഇൻഫിമത്തിൻ്റെയും ഇടയിലാണ് കെ എന്നുള്ള റിയൽ നമ്പർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കെ ഇമേജായി വരുന്ന ഒരു റിയൽ നമ്പർ നമുക്ക് ഐക്കകത്ത് കാണാം. അതായത് ഐക്കകത്ത് സി എന്നുള്ളൊരു എലമെൻറ്റ് കാണാം, സി എന്നുള്ളൊരു റിയൽ നമ്പർ കാണാം. ആ റിയൽ നമ്പറിൻ്റെ ഇമേജ് ആയിരിക്കും കെ. അങ്ങനെ ആവുന്ന തരത്തിലൊരു സി എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ തിയറത്തിൽ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുള്ളൊരു റിസൾട്ടാണ്. നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. നമ്മളിതിൻ്റെ പ്രൂഫ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റിൽ തന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഐ ഈക്വൽസ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കൊമ ബി, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. നമുക്ക് ആദ്യം അത് വരയ്ക്കാം. ഇവിടെ എ കൊമ ബി, ഇത് എ എന്ന് മാർക്ക് ചെയ്യാം, ഇത് ബി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ് ഐ എന്ന് പറഞ്ഞാൽ. നമുക്കിഞ്ഞൊരു ഫംഗ്ഷൻ വരയ്ക്കാം. ഒരു ഫംഗ്ഷൻ വരയ്ക്കാം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്കതിനെ എഫ് എന്ന് മാർക്ക് ചെയ്യാം, എഫ് എന്ന് കൊടുക്കാം. എഫ് കണ്ടിന്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. എഫ് എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ കൊമ ബിയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും അല്ലേ. ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കൊമ ബിയിൽ ബൗണ്ടഡ് ആണ് ബൈ ബൗണ്ടഡ്നെസ് തിയറം അല്ലേ. നമ്മളൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ഫംഗ്ഷൻ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമേജ് സെറ്റ് ബൗണ്ടഡ് ആണ്. ഇത് ഐ ആണെങ്കിൽ ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ എഫ് ഓഫ് ഐ എന്ന് പറയാം അല്ലേ. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് എഫ് ഓഫ് ഐ, അതായത് ഐയിലുള്ള എലമെൻസിന് വരുന്ന ഇമേജസിൻ്റെ കണക്ഷൻ നമുക്കറിയാം. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഐ. ഐക്കകത്തെ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ് നമ്മൾ എഫ് ഓഫ് ഐ എന്ന് പറയുക. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ. അത് ബൗണ്ടഡ് ആണെന്ന് മനസ്സിലായി അല്ലേ. നമുക്കറിയാം, ഒരു സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, ഇമാജ് സെറ്റ് ഇവിടെ ബൗണ്ടഡ് ആണ്. പൊതുവെ ഒരു സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ അതിന് സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി, സുപ്രീം പ്രോപ്പർട്ടി, ഇൻഫിം പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബൗണ്ടഡ് എബോ ആവുന്ന, അത് ആറിൻ്റെ നമ്മൾ ബൗണ്ടഡ് എബോ ആയ ഒരു സബ്സെറ്റിന് സുപ്രീമവും ആറിൻ്റെ ബൗണ്ടഡ് ബിലോ ആയ സെറ്റിന് ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യും. ബൗണ്ടഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് ബൗണ്ടഡ് എബോയുമാണ് ബൗണ്ടഡ് ബിലോയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഓഫ് ഐ എന്നത് ആറിൻ്റെ ഒരു ബൗണ്ടഡ് സബ്സെറ്റ് ആണ്.
അതുകൊണ്ട് എഫ് ഓഫ് ഐ ബൗണ്ടഡ് എബോയും ആയിരിക്കും ബിലോയും ആയിരിക്കും. നമ്മൾ പഠിച്ച ഡെഫിനിഷനൊക്കെ പ്രകാരം എഫ് ഓഫ് ഐക്ക് സുപ്രീമവും എക്സിസ്റ്റും ഇൻഫീമും എക്സിസ്റ്റും അല്ലേ. എഫ് ഓഫ് ഐക്ക് സുപ്രീമം ഉണ്ടായിരിക്കും ഇൻഫീമും ഉണ്ടായിരിക്കും. തൽക്കാലം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് മാത്രം. ഇതൊരു ഇൻഫീമായിട്ടും ഇതൊരു സുപ്രീമായിട്ടും മാർക്ക് ചെയ്യുന്നു. തൽക്കാലം ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമുക്കിത് ഇൻഫീമം ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ഐൻ്റെ ഇൻഫീമാണിത്. എഫ് ഓഫ് ഐൻ്റെ ഇൻഫീമാണ് ഇത്. ഇത് എഫ് ഓഫ് ഐൻ്റെ സുപ്രീമാണ് എഫ് ഓഫ് ഐൻ്റെ. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് ഐൻ്റെ ഇൻഫിമത്തിൻ്റെയും എഫ് ഓഫ് ഐൻ്റെ സുപ്രീമത്തിൻ്റെയും ഇടയിൽ നമ്മൾ കെ എന്നുള്ളൊരു റിയൽ നമ്പർ ചൂസ് ചെയ്യണം. ഇതാണ് കെ എന്നുള്ള റിയൽ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിനിടയിലാണ് വരിക. ഇപ്പോൾ ഇത് ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫിമം എഫ് ഓഫ് ഐ, ഇത് സുപ്രീമം എഫ് ഓഫ് ഐ ഇതിനിടയിലാണ് നമ്മൾ കെ എന്നുള്ള റിയൽ നമ്പർ ചൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ കെ എന്നുള്ള റിയൽ നമ്പർ ചൂസ് ചെയ്യണം. ഇൻഫിമം എഫ് ഓഫ് ഐൻ്റെയും സുപ്രീമം എഫ് ഓഫ് ഐൻ്റെയും ഇടയിൽ നമ്മളൊരു കെ ചൂസ് ചെയ്താൽ പ്രൂവ് ചെയ്യേണ്ടത് ആ കെ ഇമേജ് ആവുന്ന തരത്തിൽ നമുക്ക് ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഐയിൽ ഒരു സി എന്നുള്ള റിയൽ നമ്പർ കാണാം. എങ്ങനെ കാണാം? സിൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിൽ അല്ലേ. സിൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിൽ നമുക്കിവിടെ ഒരു സി കാണാം. ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായപ്പോൾ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ആളുകൾക്കൊക്കെ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഓർമ്മ വന്നിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റിനോടൊരു സാമ്യം തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ആ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോണത്. ഇവിടെ നമ്മൾ പ്രൂഫ് നമുക്ക് തുടങ്ങാം. പ്രൂഫ് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾക്ക് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നു. ചെറിയൊരു കാര്യം ഇതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് പറയാമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു തിയറാണ് അപ്പോൾ എഫ് ഓഫ് ഐൻ്റെ ഇൻഫിമത്തിൻ്റെയും സുപ്രീമത്തിൻ്റെയും ഇടയിൽ ഞാനൊരു കെ ചൂസ് ചെയ്തിട്ടുണ്ട്. കെ എന്നുള്ളൊരു റിയൽ നമ്പറാണ്. ഒരു റിയൽ നമ്പർ ഇൻഫിമം എഫ് ഓഫ് ഐൻ്റെയും സുപ്രീം എഫ് ഓഫ് ഐൻ്റെയും ഇടയിലാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ കെ ഇമേജ് കിട്ടുന്ന തരത്തിൽ ഒരു സി കാണണം. അതായത് സിൻ്റെ ഇമേജ് ആവണം കെ. എഫ് ഓഫ് സി ഈക്വൽസ് കെ ആയിരിക്കണം. അത്തരം ഒരു സി എൻ്റെയും ബിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഐക്കകത്ത് കിട്ടണം. ക്ലിയർ ആണല്ലോ. ഇവിടെ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ നമ്മൾ പഠിച്ചത് എഫ് ഓഫ് എൻ്റെയും അവിടെ എ ബി എന്നുള്ള ഐ എന്നുള്ളൊരു ഇൻ്റർവെൽ ഉണ്ട്. ആ ഇൻ്റർവെല്ലിനകത്ത് രണ്ട് പോയിന്റ്സ് ആയിരുന്നു എയും ബിയും. എങ്ങനെയാവാം? എനേക്കാൾ വലുത് ബി ആവാം, ബിനേക്കാൾ വലുത് എ ആവും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ലിങ്ക് ഇടാം. എ ബി എന്നുള്ള എനി ടു റിയൽ നമ്പേഴ്സ് അല്ലേ. എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പറുകളാണ്. അപ്പോൾ ഇതിപ്പോൾ എ ആണ്, ഇത് ബി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് എഫ് ഓഫ് എ എന്ന് പറയാം, ഇത് എഫ് ഓഫ് ബി എന്ന് പറയാം. ആ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിൽ കെ ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സി കാണുന്നു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നതിന് പകരം ഫംഗ്ഷൻ്റെ ഇൻഫിമം ഫംഗ്ഷൻ്റെ സുപ്രീമത്തിൻ്റെ ഇടയിലാണ് കെ എന്ന് പറയുന്നത്. ഒരു വ്യത്യാസമുണ്ടോ? ഇവിടെ നമുക്കറിയില്ല ഫംഗ്ഷന് ഇൻഫിമവും സുപ്രീമവും ഈ ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല അല്ലേ. ഫംഗ്ഷൻ്റെ ഇൻഫിമവും സുപ്രീമവും ഇതേ ഇൻ്റർവെല്ലിൽ കാണുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, മാക്സിമം മിനിമം തിയറം പഠിച്ചിട്ടുണ്ട്. മാക്സിമം മിനിമം തിയറം പറയണത് എന്താ വെച്ചാൽ, ശരിക്കും ഞാനത് പറഞ്ഞതിന് മുൻപ് തന്നെ ഇങ്ങനെ പ്രൂഫ് പോലെ ഇവിടെ വരച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ, എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ വേറെ ഒരു കാര്യം പറയണം. ഫംഗ്ഷൻ്റെ ഇൻഫിമവും സുപ്രീമവും ഇതേ ഇൻ്റർവെല്ലിൽ ഉണ്ടാവണം. എഫ് ഹാസ് എ ആബ്സല്യൂട്ട് മാക്സിമം. എഫിന് എന്തുണ്ട്? ഈ ഐ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഒരു ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെന്ന് നമുക്ക് പറയണം, നമുക്ക് വേണം. അതേപോലെ ഈ ഫംഗ്ഷന് ആബ്സല്യൂട്ട് മിനിമം ഉണ്ടെന്നും നമുക്ക് പറയണം. ഇവിടെ മനസ്സിലായോ? ഈ എഫ് ഓഫ് ഐയിലെ രണ്ട് പോയിന്റ്സ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ അതിനിടയിൽ ഏത് കെ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി കാണും. സിൻ്റെ ഇമേജ് ആ കെ ആവുന്ന തരത്തിലെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ. ഇവിടെ നമുക്ക് കറക്റ്റ് എഫ് ഓഫ് എ എന്ന രൂപത്തിൽ എടുക്കാൻ പറ്റുമോ അറിയില്ല. എഫ് ഓഫ് ഐൻ്റെ ഇൻഫിമത്തിൻ്റെയും സുപ്രീമത്തിൻ്റെ ഇടയിലാണ്. ഇൻഫിമവും സുപ്രീമവും ഇതേ ഇൻ്റർവെല്ലിൽ സംഭവിക്കണം അല്ലേ. ഇതേ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷന് സുപ്രീം ഉണ്ടായിരിക്കണം, ഇൻഫിമം ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. തിയറം പഠിച്ചതാണ് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന് ആ ഇൻ്റർവെല്ലിൽ ഒരു ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ടായിരിക്കും. ഷുവറാണ് അല്ലേ. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന് ആ ഇൻ്റർവെല്ലിൽ ഒരു ആബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷന് ഇതേ ഇൻ്റർവെല്ലിൽ മാക്സിമം മിനിമം ഉണ്ടായിരിക്കും. നമുക്കങ്ങനെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. മാക്സിമം മിനിമം തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടാം, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഫംഗ്ഷനും
ഏതെങ്കിലും ഒരു ജനറൽ ഫംഗ്ഷൻ എടുത്തിട്ട് അതിനൊരു മാക്സിമം മിനിമം ഇത് ഇൻ്റർവെല്ലിലുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായോ? ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ പറ്റാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം മിനിമം തിയറാണ്. മാക്സിമം മിനിമം തിയറത്തിന് വേണ്ട കണ്ടീഷൻസ് ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ ഉണ്ട്. ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം. എങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷന് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. മനസ്സിലായി? ഇതാണ് മാക്സിമം മിനിമം തിയറ പ്രകാരം. അപ്പോൾ നോക്കാം, നമ്മുടെ ഫംഗ്ഷന് ഇവിടെ തീർച്ചയായിട്ടും മാക്സിമം ഉണ്ട്, ആബ്സലൂട്ട് മാക്സിമം ഉണ്ട് അല്ലേ? ആബ്സലൂട്ട് മാക്സിമം ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ തോന്നും, അവിടെ മാക്സിമം എടുക്കാലോ ഇവിടെ മിനിമം എടുക്കാലോ എന്നൊക്കെ പറയാൻ തോന്നും. അത് ഇങ്ങനെ ഒരു ചിത്രം വരച്ചുകൊണ്ടാണ്. എല്ലാ കർവും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മാക്സിമം മിനിമവും ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിരവധി എക്സാമ്പിളുകൾ ഉണ്ട്, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അനേക എക്സാമ്പിളുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെല്ലൊക്കെ എടുക്കുമ്പോൾ പല ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ മാക്സിമം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? മാക്സിമം മിനിമം ഒന്നും നമുക്ക് ആ ഇൻ്റർവെല്ലിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അതിന് മാക്സിമം മിനിമം നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് അതിന് ആബ്സലൂട്ട് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. അത്തരം നിരവധി എക്സാമ്പിളുകളുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം മാക്സിമം മിനിമം തിയറ പ്രകാരം ഈ ഫംഗ്ഷൻ മാക്സിമം മിനിമം ഇതേ ഇൻ്റർവെല്ലിലുണ്ട്. അതായത് ഈ ഫംഗ്ഷന് നമ്മൾ മാക്സിമം സംഭവിച്ചത് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ബിക്കകത്തെ നമുക്കൊരു ആ പോയിന്റ് നമുക്ക് സി സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. സി സ്റ്റാർ വേറെ എന്തെങ്കിലും പേരായാലും കുഴപ്പമില്ല. സി സ്റ്റാർ എന്നുള്ള പോയിന്റിലാണ് മാക്സിമം സംഭവിച്ചത്. ആ മാക്സിമം വാല്യൂ എത്രയാ? എഫ് ഓഫ് സി സ്റ്റാർ. അറിയാം നമുക്കത് സി സ്റ്റാർ ആണ്, അതിൻ്റെ ഹൈറ്റ് എഫ് ഓഫ് സി സ്റ്റാർ. വരയ്ക്കണമെന്നില്ല. എഫ് ഓഫ് സി സ്റ്റാർ, ഇത് സി സ്റ്റാർ ആണ്, എഫ് ഓഫ് സി സ്റ്റാർ. അതേപോലെ തന്നെ ഈ ഫംഗ്ഷന് മാക്സിമം മിനിമം തിയറ പ്രകാരം ഈ ഇൻ്റർവെല്ലിൽ ഒരു മിനിമം ഉണ്ട്, ആബ്സലൂട്ട് മിനിമം ഉണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ മാർക്ക് ചെയ്യാം. അതിനെ നമുക്ക് ഇങ്ങനെ സി സ്റ്റാർ എന്ന് എഴുതാം. ഇത് പവറിലും ഇത് താഴത്തും സി സ്റ്റാർ ആയിട്ട് എഴുതാം. സി സ്റ്റാർ എന്നുള്ള പോയിന്റിലാണ് ആബ്സലൂട്ട് മിനിമം. അപ്പോൾ ഈ പോയിന്റ് എന്താ, അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാ? എഫ് ഓഫ് സി സ്റ്റാർ. ക്ലിയർ ആയോ? ഈ പോയിന്റ് എന്താ? എഫ് ഓഫ് സി സ്റ്റാർ. ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളെ ബോൾസാരോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറ പ്രകാരം അതിൽ എ ബി എന്ന് പറഞ്ഞ പോലെ ഇവിടെ സി സ്റ്റാറും സി സ്റ്റാറാണ്. എഫ് ഓഫ് എ എന്നുള്ളത് എഫ് ഓഫ് സി സ്റ്റാർ, എഫ് ഓഫ് ബി എന്നുള്ളത് എഫ് ഓഫ് സി സ്റ്റാർ, പവറിൽ സ്റ്റാർ ആയിട്ടുള്ളത്. അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് തന്നതായിരുന്നു ഇൻഫിമം എഫ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ സുപ്രീമം എഫ് ഓഫ് ഐ. ഇൻഫിമം എഫ് ഓഫ് ഐൻ്റെയും സുപ്രീമം എഫ് ഓഫ് ഐൻ്റെയും ഇടയിലാണ് കെ. നമുക്ക് മനസ്സിലായി മാക്സിമം മിനിമം തിയറ പ്രകാരം ഈ ഫംഗ്ഷന് ഈ ഇൻ്റർവെല്ലിൽ ആബ്സലൂട്ട് മാക്സിമം ഉണ്ട്, ആബ്സലൂട്ട് മിനിമം ഉണ്ട്. മാക്സിമം സംഭവിച്ച പോയിന്റ് എവിടെയാ? സി സ്റ്റാറിലാണ് മാക്സിമം സംഭവിച്ചത്. ആ മാക്സിമം വാല്യൂ എത്രയാ? എഫ് ഓഫ് സി സ്റ്റാർ. അപ്പോൾ സുപ്രീമം എഫ് ഓഫ് സി സ്റ്റാർ എന്നുള്ളത് നമുക്ക് എഫ് ഓഫ് സി സ്റ്റാർ എന്ന് പറയാം. സി സ്റ്റാർ എന്ന് പറയാം. ഇൻഫിമത്തിനാണ് എഫ് ഓഫ് സി സ്റ്റാർ എന്ന് പറയാം. നമ്മൾ എഴുതി. അപ്പോൾ അതിനിടയിലാണ് കെ എന്നായി മാറും. ഇപ്പോൾ തീർച്ചയായും നമ്മൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറ പ്രകാരം എന്തായി? നമ്മളൊക്കെ ഒരു എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും, അതായത് ഐക്കകത്തെ എ ബി എന്നുള്ള രണ്ട് പോയിന്റുകളുടെ ഹൈറ്റുകൾക്ക് ഇവിടെ സി സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐക്കകത്തെ സി സ്റ്റാറിന് വരുന്ന എഫ് ഓഫ് സി സ്റ്റാറിൻ്റെയും ഇവിടെ സി സ്റ്റാറിന് വരുന്ന എഫ് ഓഫ് സി സ്റ്റാറിൻ്റെ ഇടയിലാണ് കെ എന്നായി മാറും. അപ്പോൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറ പ്രകാരം തീർച്ചയായിട്ടും നമ്മൾ അതിനിടയിൽ ഒരു കെ എടുത്താൽ ആ കെ ഇമേജ് ആവുന്ന തരത്തിലൊരു സി എക്സിസ്റ്റ് ചെയ്യും. സി സ്റ്റാറിൻ്റെയും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യും, സി എക്സിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അതിനർത്ഥം എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കാണാം. എങ്ങനെ കാണാം? എഫ് ഓഫ് സി ഈക്വൽസ് കെ ആവുന്ന തരത്തിൽ. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ മെയിനായിട്ട് ഇത് ഒരു ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഒരു കൊറോളറി തന്നെയാണ്. മെയിനായിട്ട് ആ തിയറം തന്നെയാണ്. രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ. സുപ്രീമവും ഇൻഫിമവും ഇതിനകത്ത് സംഭവിക്കണം. സുപ്രീം ഇൻഫിമവും ഇതിനകത്ത് സംഭവിക്കണം. അതായത് മാക്സിമം മിനിമം ഇതിനകത്ത് സംഭവിക്കണം. പൊതുവെ സുപ്രീമം ഇൻഫിമം എന്നുള്ളത് സെറ്റിനകത്ത് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ അത് നമുക്ക് മാക്സിമം എന്ന് പറയാം. കാരണം നമ്മൾ മാക്സിമം മിനിമം തിയറ പ്രകാരം തീർച്ചയായിട്ടും ഇതിനൊരു ആബ്സലൂട്ട് മാക്സിമം ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ആബ്സലൂട്ട് മിനിമം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സുപ്രീമം ഇൻഫിമം എന്നുള്ളത് നമുക്കൊരു മാക്സിമം മിനിമം എന്ന് ആക്കി പറയാൻ പറ്റും. സുപ്രീമം എന്നുള്ളിടത്ത് നമുക്ക് മാക്സിമം എന്ന് പറയാം, മാക്സിമം ഉണ്ട് ഇവിടെ. ഇൻഫിമം എന്നുള്ളത് മിനിമം എന്ന് പറയാം, മിനിമം ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ പേര് കൊടുത്തു സി സ്റ്റാറിനും ഇവിടെ പവറിൽ സി സ്റ്റാർ. അപ്പോൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറ പ്രകാരം എ ബി എന്നുള്ള രണ്ട് പോയിന്റ് പോലെ വരും. എ ബി എന്നുള്ള രണ്ട് പോയിന്റ് എടുത്തു. എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിൽ ഒരു കെ ചൂസ് ചെയ്താൽ കെ ഇമേജ് ആവുന്ന തരത്തിലൊരു സി എൻ്റെയും ബിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള പോലെ തന്നെയായി. ഇവിടെ സി സ്റ്റാർ എന്നും ഇവിടെ പവറിൽ സി സ്റ്റാർ എന്നുള്ള രണ്ട് പോയിന്റ് കാണാം. എഫ് ഓഫ് സി സ്റ്റാറിൻ്റെയും എഫ് ഓഫ് സി സ്റ്റാറിൻ്റെയും ഇടയിൽ നമ്മൾ കെ എടുത്തു. തീർച്ചയായിട്ടും ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറ പ്രകാരം ഈ കെനൊരു കെ ഇമേജ് കിട്ടുന്ന തരത്തിൽ ഒരു സി എൻ്റെയും ബിൻ്റെ ഇടയിൽ കാണാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിൻ്റെ ഇമേജാണ് കെ. അതായത് കെ ഇമേജ് തരുന്ന ഒരു പോയിന്റ് ഈ ഐക്കകത്ത് കാണാം. എഫ് ഓഫ് സി ഈക്വൽ ടു കെ. അപ്പോൾ ഇവിടെ രണ്ട് തിയറങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറവും
മാക്സിമം മിനിമം തിയറം നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും തിയറം മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത തിയറം ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.